ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 2 ആയ ഫ്രം ഹണ്ടിങ് ഗാദറിങ് ടു ഗ്രോവിങ് ഫുഡ് എന്ന് പറയുന്ന ലെസൻ്റെ സെക്കൻഡ് പാർട്ടാണ്. വി ഓൾറെഡി സ്റ്റഡി ദ ഫസ്റ്റ് പാർട്ട്. അതിൽ നമ്മൾ എന്താ പഠിച്ചത്? സ്റ്റോൺ ഏജിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? ഹണ്ടർ ഗാദേഴ്സ്, വേട്ടയാടി ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് അല്ലേ? എന്താണ് നമ്മൾ സ്റ്റോൺ ഏജിനെ കുറിച്ച് പഠിച്ചത്? ഹണ്ടർ ഗാദേഴ്സ് കൂടുതലും സ്റ്റോൺ ആണ് ടൂൾസായിട്ട് യൂസ് ചെയ്തിരുന്നത്. അവരുടെ ആയുധം സ്റ്റോൺ ആയിരുന്നു. സോ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് സ്റ്റോൺ ഏജ് എന്ന് പറയും. അത് 3 തരത്തിലുണ്ടായിരുന്നു അല്ലേ? 3 ഘട്ടങ്ങളായിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സ്റ്റോൺ ഏജ്, അതായത് ഓൾഡ് സ്റ്റോൺ ഏജ്, പിന്നെ മിഡിൽ സ്റ്റോൺ ഏജ്, പിന്നെ ന്യൂ സ്റ്റോൺ ഏജ്. അത് പാലിയോലിത്തിക്, മീസോലിത്തിക് ആൻഡ് നിയോലിത്തിക് എന്ന് നമ്മൾ പഠിച്ച് കഴിഞ്ഞതാണ്. ഇനി അതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ പാർട്ടിൽ പറയുന്നത്. അപ്പം അതിന് ശേഷമുള്ള പാർട്ടെന്ന് പറയുമ്പോൾ ഈ സ്റ്റോൺ ഏജ് കഴിഞ്ഞിട്ടുള്ള ഭാഗം. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൻ്റെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കണം. ലെസണിലേക്ക് പോകാം. ഈ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്, പെട്ടെന്നുണ്ടായ കുറേ മാറ്റങ്ങൾ പരിസ്ഥിതിക്കുണ്ടായി. എന്താണെന്ന് നോക്കാം. അറൌണ്ട് 12,000 years ago there were a major change in the climate of the world with a shift to relatively warm conditions. ഈ ക്ലൈമറ്റ്, അതായത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പല ജീവിത രീതിയും നമ്മൾ മാറ്റും. അപ്പം ഈ 12,000, അതായത് നിയോലിത്തിക് ഏജിന് ശേഷം, നിയോലിത്തിക് ഏജ് ന്യൂ സ്റ്റോൺ ഏജിന് ശേഷം ഭൂമിയിൽ മൊത്തത്തിൽ അല്പം ചൂട് കൂടി. ഇപ്പോൾ ചൂട് കൂടിയെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ചൂട് കൂടുന്നത് ഭയങ്കര അപകടമല്ലെന്ന്. അങ്ങനെ ഭയങ്കരമായി ചൂട് കൂടിയെന്നല്ല, ചെറിയൊരളവിൽ ചെറിയൊരു ശതമാനം വാംത്, ഹോട്ട്നെസ് ഉണ്ടായി. സോ നമുക്കറിയാം പ്ലാന്റ്സിനൊക്കെ ചൂട് ആവശ്യമാണ്. ഭയങ്കര ചൂട്, വേനൽ വേണം എന്നല്ല, വളരെ വലിയ ചൂട് വേണം എന്നല്ല, ചെറിയൊരു ചൂടുണ്ടെങ്കിൽ മാത്രമേ, സൺലൈറ്റിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കൂടുതൽ വളരാൻ പറ്റുകയുള്ളൂ. സോ അങ്ങനെ അപ്പം പല സ്ഥലങ്ങളിലും എന്താണ്, ഗ്രാസ് ലാൻഡ്സ് ഉണ്ടായി. ഗ്രാസ് ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ പുൽത്തകിടികൾ ഉണ്ടായി, അല്ലെങ്കിൽ പുൽമേടുകൾ ഉണ്ടായി. അങ്ങനെ ആ പുൽമേടുകൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും പുല്ല് കഴിക്കുന്ന മൃഗങ്ങൾ, ഫോർ എക്സാമ്പിൾ ഡിയർ, ആൻലോപ്പ്, ഗോഡ്, ഷീപ്പ് ആൻഡ് കാറ്റിൽസ്, ഇതിൻ്റെയൊക്കെ എണ്ണം കൂടി. എന്താ കാര്യം? അവർക്ക് ധാരാളം ഭക്ഷണമുണ്ട്. ഭക്ഷണം ഉണ്ടായപ്പോൾ കാലാവസ്ഥ നന്നായപ്പോഴും ഒരു കൂടുതൽ എണ്ണം ഉണ്ടായി. അപ്പോൾ ആനിമൽസിനെ ഹണ്ട് ചെയ്ത് ജീവിച്ചിരുന്ന ആൾക്കാർ നമുക്കറിയാം, അവർ എപ്പോഴും ഈ ആനിമൽസിനെ ഫോളോ ചെയ്യും. ലേണിംഗ് അബൌട്ട് ദെയർ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ദെയർ ബ്രീഡിംഗ് സീസൺസ്, ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദിസ് ഹെൽപ്പ് പീപ്പിൾ ടു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ഹേർഡിങ് ആൻഡ് റിയറിങ് ദീസ് ആനിമൽസ് ദംസസ് ഫിഷിംഗ് ഓൾസോ ബിക്കം ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ഇതുങ്ങളെ പിന്തുടർന്നു വന്നിരുന്ന ആൾക്കാർ, മനുഷ്യർ ശ്രദ്ധിച്ചപ്പോൾ ഇതുങ്ങൾക്ക് പല സീസണിലാണ് പല മൃഗങ്ങളും പെറ്റുപെരുകുന്നത്, ബ്രീഡ് ചെയ്യുന്നത്, അതുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്. അതുപോലെ ഇതിൻ്റെ ഫുഡ് ഹാബിറ്റ്സ്, ഓരോ ആനിമൽസിൻ്റെ ഫുഡ് ഹാബിറ്റ്സും ഇവർ മനസ്സിലാക്കി. അപ്പോൾ അവരെന്ത് മനസ്സിലാക്കി? ഇതിനെ നമുക്ക് വേണമെങ്കിൽ വളർത്താം. ഇങ്ങനെ വളർത്താം എന്നുള്ള ആ കോൺസെപ്റ്റ് വന്നതോടുകൂടി ആൾക്കാരെ ഹണ്ടിങ്ങിൽ നിന്നും മാറിയിട്ട് ഈ ഹേർഡിങ് ആൻഡ് റിയറിങ്, അതായത് കന്നുകാലികളെയൊക്കെ വളർത്തുന്ന രീതിയിലേക്ക് വന്നു. അതുപോലെ ഫിഷിങ്, മീനെ പിടിച്ചവർ കഴിക്കാനും തുടങ്ങി. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഫാമിംഗ് ആൻഡ് ഹേർഡിങ്, കൃഷി രീതികളും ഇങ്ങനെ കന്നുകാലി വളർത്തലും തുടങ്ങുന്നതിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. ദിസ് വാസ് ഓൾസോ എ ടൈം വെൻ സെവറൽ ഗ്രെയിൻ bearing grasses including wheat, barley and rice grow naturally in different part of the subcontinent. Men, women and children probably collected these grains as food and learned where they grow and when they ripened, and this may have to lead them to think about growing plants on their own. In this way people become farmers. ഇനി നമുക്കറിയാം ഗ്രാസ് ലാൻഡ്സ് ഒക്കെ കളിച്ചു. അപ്പോൾ ഗ്രാസ് ലാൻഡ്സ് വന്നപ്പോൾ അതിനകത്ത് ധാരാളം പ്ലാന്റ്സ് ഉണ്ടായി. നാച്ചുറലി നമ്മളാരും നട്ടുവെച്ചതല്ല, തനിയെ ഉണ്ടായത്. പക്ഷെ ആ പ്ലാന്റ്സിൽ പലതും നല്ലപോലെ സീഡ്സ് ഉണ്ടാകുന്ന, ഫോർ എക്സാമ്പിൾ റൈസ്, ബാർലി, ഇതൊക്കെ അതിനകത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരത് ശ്രദ്ധിക്കാൻ തുടങ്ങി, മനുഷ്യരത് ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താണ്, ഈ സീഡ്സൊക്കെ അവർക്ക് ആഹാരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു വിളവെടുക്കുന്നത് എത്ര നാളുകൊണ്ടാണ്, എത്ര നാൾ കഴിഞ്ഞാലാണ് ഇത് കറക്റ്റായിട്ട് ആഹാരം ആക്കാൻ പാകമാകുന്നത് എന്നൊക്കെ അവർ മനസ്സിലാക്കി. അതിനുശേഷം എന്താ, ഇവർ വിചാരിച്ചു ഈ സീഡ്സ് നമുക്ക് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ പിന്നത്തേക്ക്
അത് കുഴിച്ചിട്ട് ഇത് ധാരാളമായിട്ടുണ്ടാക്കി നമുക്ക് ഫുഡായിട്ട് യൂസ് ചെയ്യാമെന്ന് മനസ്സിലായി. അങ്ങനെ അവർ എന്തായി, ഫാർമേഴ്സായി, കൃഷിക്കാരായി. പീപ്പിൾ കുഡ് ഓൾസോ അട്രാക്ട് ആൻഡ് ദെൻ tame animals by leaving food for them near their shelters. The first animal to be tamed as a wild ancestor of the dog. Later, people encouraged animals that were relatively gentle to come near the camps where they lived. These animals, such as sheep, goat, cattle, and also the pig, lived in the herds, and most of them eat grass. Often, people protected these animals from attack by other animals. ഇപ്പം ഇങ്ങനെ ഫാമിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാർ താമസിച്ചിരിക്കുന്ന സ്ഥലത്തിനടുത്ത് ഈ മറ്റ് മൃഗങ്ങളൊക്കെ വരുന്നവർക്ക് ആഹാരം കൊടുക്കാനൊക്കെ ഇവർ തുടങ്ങി. അപ്പോൾ ഈ മനുഷ്യരോട് മൃഗങ്ങൾ അടുക്കാൻ തുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് മനുഷ്യനോട് അടുത്തത് ഡോഗാണ്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഡോഗിൻ്റെ ആൻസിസ്റ്റർ, പണ്ട് കാലത്തുണ്ടായിരുന്ന ഡോഗാണ് ആദ്യമായിട്ട് മനുഷ്യനോട് ഏറ്റവും അടുപ്പം കാണിച്ച് അവൻ്റെ കൂടെ ജീവിക്കാൻ ആരംഭിച്ചത്. അതിനുശേഷം ഇവർ ഈ ആനിമൽസിനെ അങ്ങനെ ഹണ്ടർ ഗാദേഴ്സ് അല്ലേ ഇപ്പം മനുഷ്യരല്ലേ. മറ്റെന്ന് പറഞ്ഞാൽ ആനിമൽസിനെ പേടിയാണ്. കാര്യം മനുഷ്യർ ഹണ്ട് ചെയ്യുക, വേട്ടയാടി പിടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ ഫാമിംഗ് തുടങ്ങിയതോടെ ഇങ്ങനെ ആനിമൽസിനെ ഹണ്ട് ചെയ്യാൻ പോകാതെയായി. സോ ആനിമൽസ് എന്ത് ചെയ്തു, മനുഷ്യരോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. അവരുടെ അവർ താമസിക്കുന്ന ക്യാമ്പിനടുത്തൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ വേറൊരു കാര്യം കൂടെ അവർ ചെയ്തു. ഈ ആനിമൽസ് മനുഷ്യനോടടുത്ത് ജീവിക്കുന്ന ആനിമൽസിനെ മറ്റു വൈൽഡ് ആനിമൽസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടൈഗറും ചീറ്റയൊക്കെ ഗോട്ടിനെയും ഡിയറിനെയും ഒക്കെ പിടിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ ഈ മനുഷ്യനോടടുത്ത് ഇടപെടുന്ന മൃഗങ്ങളെ ഈ വൈൽഡ് ആനിമൽസിൽ നിന്നും മനുഷ്യർ രക്ഷിക്കാനൂടെ തുടങ്ങി. സോ അവർ പെട്ടെന്ന് തന്നെ എന്തായി, മനുഷ്യരോട് അടുത്ത് ജീവിക്കാൻ തുടങ്ങി. Can you think of any reason why the dog was perhaps the first animal to be tamed? അതായത് ആദ്യമേ നമ്മൾ പറഞ്ഞു ഡോഗിനെയാണ് ആദ്യമായിട്ട് മനുഷ്യൻ ഇണക്കി വളർത്തുന്നത്. എന്തുകൊണ്ടാണ് ഡോഗിനെ ഇങ്ങനെ ഇണക്കി വളർത്താൻ കാരണം എന്നറിയാമോ? ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് വെരി സ്മോൾ ഇൻ സൈസ്. അത് മറ്റ് വൈൽഡ് ആനിമൽസിനെക്കാട്ടിൽ വളരെ വലിപ്പം കുറവായിരുന്നു ഒന്ന്. രണ്ടാമത്, ഇറ്റ്സ് ആൻ ഇൻ്റലിജൻറ്റ് ആനിമൽ. വളരെ ബുദ്ധി ഉള്ള ഒരു ജീവിയായിരുന്നു ഡോഗ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാരണങ്ങളാണ് മനുഷ്യൻ ഡോഗിനെ ആദ്യമായി ഇണക്കി വളർത്താൻ തുടങ്ങിയത്. ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഈ ആനിമൽസിനെ ഇണക്കി വളർത്തുന്നതിനാണ് ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ നെയിം ഗിവൺ ടു ദ പ്രോസസ് ഇൻ വിച്ച് പീപ്പിൾ ഗ്രോ പ്ലാന്റ്സ് ആൻഡ് look after animals. Very often, the plants and animals that are tended by people become different from wild plants and animals. This is because people select plants and animals for domestication. For example, they select those plants and animals that are not prone to disease. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ആൾക്കാർ ഇങ്ങനെ പ്ലാന്റ്സിനെ ആനിമൽസിനെയൊക്കെ പ്ലാന്റ്സൊക്കെ നട്ടു വളർത്താൻ തുടങ്ങി, ആനിമൽസിനെയൊക്കെ ഇണക്കി വളർത്താൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഇണക്കി കഴിഞ്ഞപ്പോൾ ഈ ആനിമൽസ് ഉണ്ടല്ലോ, ഈ ആനിമൽസിന് വൈൽഡ് ആനിമൽസിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. അതുപോലെ ഈ ഡൊമസ്റ്റിക്കേഷന് വേണ്ടിയിട്ട് ആൾക്കാർ തിരഞ്ഞെടുത്തിരുന്ന ആനിമൽസ് എല്ലാം നോട്ട് പ്രോൺ ടു ഡിസീസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അസുഖം വരാത്ത ജീവികളെയാണ് ഇവരിണക്കി വളർത്തിയിരുന്നത്. They also select plants that yield large size grain and have strong stalks capable of bearing the weight of the ripe grain. പിന്നെ അതുപോലെ പ്ലാന്റ്സ് ആണെങ്കിൽ നല്ല ആരോഗ്യമുള്ള പ്ലാന്റ്സിനെയാണ് അവർ നോക്കുന്നത്. അതായത് നല്ല വലിയ വലിപ്പമുള്ള ഗ്രെയിൻസ് ഉണ്ടാവുകയും അതുപോലെ ഈ ഗ്രെയിൻസിനെയൊക്കെ താങ്ങി നിർത്താൻ പറ്റുന്ന സ്റ്റോക്സ്, കമ്പുകൾ ഉള്ള പ്ലാന്റ്സിനെയൊക്കെയാണ് അവർ നോക്കിയത്. Seeds from selected plants are preserved and sown to ensure that new plants will have the same qualities. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്തു, നല്ല വിത്തുകൾ സൂക്ഷിച്ച് വെക്കുകയും ആ വിത്തുകൾ വീണ്ടും പാകി അടുത്ത വർഷത്തേക്കുള്ള കൃഷിയൊക്കെ ചെയ്യുകയും ചെയ്തു. Among animals, these are relatively gentle and selected for breeding. As a result, gradually domesticated animals and the plants become different from wild animals and plants. പിന്നെയും നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ആനിമൽസ് ഉണ്ടല്ലോ, അതായത് വളർത്തി മനുഷ്യൻ്റെ കൂടെ വളർന്നു വന്ന ആനിമൽസ്,
അതും വൈൽഡ് ആനിമൽസും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടായി. കാര്യം മനുഷ്യൻ്റെ കൂടെ ഇണങ്ങി വളർന്ന ആനിമൽസൊക്കെ കുറച്ചുകൂടി ജെൻറ്റിലായി, ശാന്ത സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു. അവരൊരിക്കലും മറ്റ് ഉള്ള ജീവികളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് മാറാത്ത ജീവികളായിട്ട് മാറി. അതിന് കാരണം എന്താണ്? മിക്കപ്പോഴും ആഹാരത്തിന് വേണ്ടിയാണ് ആനിമൽസ് കുറച്ച് വൈൽഡ് ആവുന്നത് അല്ലേ? പക്ഷേ ഇത് മനുഷ്യർ കൃത്യമായ ആഹാരവും വെള്ളവും എല്ലാം ഈ ആനിമൽസിന് എത്തിച്ചു കൊടുക്കുന്നുള്ളതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ നാച്ചുറലി ദാറ്റ് ആനിമൽ ബിക്കം വെരി ജെൻറ്റിൽ കമ്പയർഡ് ടു ദ വൈൽഡ് ആനിമൽസ്. ഫോർ എക്സാമ്പിൾ, ദ ടീത്ത് ആൻഡ് ഹോൺസ് ഓഫ് ദ വൈൽഡ് ആനിമൽസ് ആർ യൂഷ്വലി മച്ച് ലാർജർ ദാൻ ദോസ് ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് തന്നെ ഇത് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിൻ്റെ ടീത്താണ്. അതേ ആനിമൽ വൈൽഡ് ആനിമൽ ആയിരിക്കുമ്പോൾ അതിൻ്റെ ടീത്തും കണ്ടോ, അതിൻ്റെ ടീത്തിൻ്റെയൊക്കെ വലിപ്പം കുറഞ്ഞു. This two set of it, which do you think belongs to wild pig and which is domesticated one? Okay, domestication was a gradual process that took place in many parts of the world. It began about 12,000 years ago. Virtually all the plants and animals produced that we use food today is a result of domestication. Some of the earliest plants to be domesticated were wheat and barley. And ഷീപ്പും ഗോട്ടും ആണ് ആദ്യം ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ആനിമൽ. വീറ്റും ബാർലിയുമാണ് ആദ്യം വളർത്തിയ പ്ലാന്റ്സ്. പിന്നെ ഇനി പുതിയൊരു ലൈഫ് അവർ സ്റ്റാർട്ട് ചെയ്യുകയാണേ. ഇവർ ഇങ്ങനെ സീഡ്സൊക്കെ കുഴിച്ചിട്ട് ഫാമിംഗ് ഒക്കെ തുടങ്ങി. ഈ പീപ്പിൾ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. ഇറ്റ്സ് മീൻ ദാറ്റ് ദേ ഹാഡ് ടു സ്റ്റേ ഇൻ ദ സെയിം പ്ലേസ് ഫോർ ലോങ് ടൈം, ലുക്കിംഗ് ആഫ്റ്റർ ദ പ്ലാന്റ്സ്, വാട്ടറിങ്, വീഡിങ്, ഡ്രൈവിങ് അവേ ദ ആനിമൽസ് ആൻഡ് ബേർഡ്സ്. അതായത് ഈ ഫാമിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഹണ്ടർ ഗാദേഴ്സിൻ്റെ കൂട്ട് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇവർക്ക് പോകാൻ പറ്റത്തില്ല. എന്താ, കുഴിച്ചിട്ട് കൃഷി അല്ലേ, സീഡ്സൊക്കെ വളരുന്നുണ്ടോ നോക്കണം, അതിന് വെള്ളം ഒഴിക്കണം, അതിന് വളമിടണം, അത് വിളവാകുന്നവരെ അവരവിടെ താമസിക്കേണ്ടി വരും. അപ്പോൾ ആ ഗ്രെയിൻസ് വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സീഡ്സ് എന്തിനൊക്കെയാണോ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ആ സീഡ്, അതായത് ഈ കിട്ടുന്ന ഗ്രെയിൻസ്, ധാന്യങ്ങൾ അവർ സീഡായിട്ട് അടുത്ത വർഷം വിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെ ഫുഡുമായിട്ട് ഉപയോഗിക്കും. പിന്നെ ആസ് ഗിഫ്റ്റ്, ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും അവർ സീഡായിരുന്നു കൊടുക്കുന്നത്. ആൻഡ് സ്റ്റോർഡ് ഫോർ ഫുഡ്, അതായത് ഇനി പിന്നത്തേക്കും അവർ ആഹാരം ശേഖരിച്ച് വെക്കാൻ തുടങ്ങി കേട്ടോ. ഫാമിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആഹാരം പിന്നത്തേക്ക് സൂക്ഷിക്കുന്നത്. ഹണ്ടർ ഗാദേഴ്സ് അങ്ങനെ ചെയ്യുമായിരുന്നു ഇല്ല. ഈ ഗ്രെയിൻസ് അവർ ഫുഡ്, സീഡ് ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്തു. പല രീതിയിൽ അവർ സ്റ്റോർ ചെയ്തിരുന്നു. അവരങ്ങനെ സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അവർ പോട്ട്സിനെ കുറിച്ച്, കലങ്ങൾ, പിന്നെ അതുപോലെ ബാസ്ക്കറ്റുകൾ, പിന്നെ അതുപോലെ ഗ്രൗണ്ടിൽ കുഴി കുഴിച്ച് ഈ സീഡ്സ് സ്റ്റോർ ചെയ്യാനും ഒക്കെ തുടങ്ങി. ഡു യു തിങ്ക് ഹണ്ടർ ഗാദേഴ്സ് വുഡ് ഹാവ് മെയ്ഡ് യൂസ് ടു പോട്ട്സ്? ഈ ഹണ്ടർ ഗാദേഴ്സ്, വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യർ പോട്ട്സ് ഉപയോഗിച്ചിരുന്നു? ഒരിക്കലുമില്ല. എന്താ കാര്യം? അവർക്ക് സ്റ്റോർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അവർ അന്നന്ന് പോയി വേട്ടയാടി പിടിച്ചായിരുന്നു ജീവിക്കുന്നത്. അവരൊരിക്കലും ഫുഡ് സ്റ്റോർ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് അവർക്ക് പോട്ടും യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഈ റിയറിങ് ആനിമൽസ് മൾട്ടിപ്ലൈ നാച്ചുറലി. നമുക്കറിയാം ആനിമൽസ് എണ്ണം കൂടിക്കൂടി വന്നു. കാര്യം ഇപ്പം എന്താ, അവരാരും ഉപദ്രവിക്കാനില്ല അല്ലേ. അപ്പോൾ ഈ ആനിമൽസ് മിൽക്ക് തരുന്നുണ്ട്, അതുപോലെ മീറ്റ്, ഇതൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സോഴ്സ് ഓഫ് ഫുഡ് എവിടെ നിന്നാണ്? ആനിമൽസിൽ നിന്ന് മനുഷ്യർക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ആനിമൽസിനെ അവർ ഒരു സ്റ്റോർ ഫുഡായിട്ട്, ആനിമൽസ് ദാറ്റ് ആർ റിയർഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്റ്റോർ ഓഫ് ഫുഡ്. ആനിമൽസിനെ അവർ ഫുഡിൻ്റെ ഒരു സ്റ്റോറായിട്ടാണ് കണക്കാക്കിയത്. അപ്പാർട്ട് ഫ്രം ഫുഡ്, വാട്ട് ആർ ദ അതർ തിങ്സ് ദാറ്റ് ദേ കുഡ് ഒബ്റ്റെയിൻ ഫ്രം ആനിമൽസ്? ഇനി ഇത് ഫുഡല്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് കിട്ടും എന്നാണ് ചോദ്യം. അവർക്ക് ഇതിൻ്റെ സ്കിന്ന്, അവർ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സിൻ്റെ സ്കിന്നാണ് മിക്കവാറും. അപ്പോൾ ഈ ആനിമൽസിൻ്റെ സ്കിൻ യൂസ് ചെയ്ത്, പിന്നെ അതുപോലെ ഈ ബോൺസും ഒക്കെ കൊണ്ട് ചെറിയ ചെറിയ ഉപയോഗങ്ങൾ അവർ കണ്ടെത്തിയിട്ടുന്നുണ്ട്. അതായത് ഈ ടൂൾസായിട്ട് യൂസ് ചെയ്യാൻ ഈ ബോൺസൊക്കെ ഷാർപ്പൺ ചെയ്ത് യൂസ് ചെയ്തിരുന്നു. പിന്നെ ഇപ്പോഴെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഹെയർ യൂസ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ അല്ലേ. ഷീപ്പിൻ്റെയൊക്കെ ഹെയർ യൂസ് ചെയ്ത വൂള് ഉപയോഗിക്കുന്നത്, അതുപോലെ സ്കിൻ യൂസ് ചെയ്ത് ലെതേഴ്സ്, പിന്നെ സ്കുറലിൻ്റെയൊക്കെ ടെയിൽ യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ബ്രഷും ഒക്കെ ആക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് അബൌട്ട് ദ ഫസ്റ്റ് ഫാമേഴ്സ് ആൻഡ് ഹെഡേഴ്സ്. ആദ്യകാലത്തെ കൃഷിക്കാരെയും കന്നുകാലി വളർത്തലുകാരെയും കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. നമുക്ക് ഒരു മാപ്പ് 2 നമ്മൾ കണ്ടതാണ്. അതിനകത്ത് കുറച്ച് ബ്ലൂ സ്ക്വയേഴ്സ് തന്നിട്ടുണ്ട്.
അതിൽ ഏർലി ബ്ലൂ സ്ക്വയേഴ്സ് കാണിച്ചിരിക്കുന്നത് ആദ്യകാലത്തെ ഫാർമേഴ്സും ഹേർഡേഴ്സും താമസിച്ചത്, അതായത് കന്നുകാലി വളർത്തുന്ന ആൾക്കാരും ഫാർമേഴ്സും കൃഷിക്കാരും ആണ് ആ ബ്ലൂ സ്ക്വയറെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ആർ നോർത്ത് വെസ്റ്റ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ബൈ ഡേ ഇൻ കാശ്മീർ ആൻഡ് ഈസ് ഈസ്റ്റ് ആൻഡ് സൗത്ത് ഇന്ത്യ. നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കാം. ബ്ലൂ സ്ക്വയേഴ്സ് ബുസാഹോം, മെഹർഗ്ര ഉണ്ടോ, ചിറണ്ട്, കോൾഡിബാം, അങ്ങനെ കുറേ. അതുപോലെ സൗത്ത് ഇന്ത്യയിലും ഉണ്ട് കണ്ടോ, പയാമ്പള്ളി ഒക്കെ നമ്മൾ സൗത്ത് ഇന്ത്യയിലുള്ള ആദ്യത്തെ ഫാർമേഴ്സാണ്. അവിടെയൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്, ആദ്യകാലങ്ങളിൽ ഫാർമേഴ്സ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇനി ഈ ഫാർമേഴ്സിൻ്റെ ഹേർഡേഴ്സിൻ്റെ ഒക്കെ സൈറ്റ്സ്, അവർ താമസിക്കുന്ന സ്ഥലമൊക്കെ പരിശോധിച്ചപ്പം അവർക്ക് മനസ്സിലാക്കിയ കാര്യമാണ്. വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ഫൈൻഡ് ഇൻക്ലൂഡ് റിമൈൻസ് ബേൺ ഗ്രെയിൻ. അതായത് അവർക്ക് ഈ സയൻറ്റിസ്റ്റുകളൊക്കെ ചെന്ന് പരിശോധിച്ചപ്പോൾ അവിടെ ധാന്യങ്ങൾ കത്തിയതായിട്ട് കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് scientists can identify these grains, and so we know that the number of crops are grown in different parts of the subcontinent. They can also identify bones of different animals. അപ്പം അവിടെ നമുക്ക് മനസ്സിലാക്കാം, ബേൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഫയർ വേണം അല്ലേ, തീ. അപ്പോൾ തീ ഉണ്ടായിരുന്നു, അതുപോലെ പലതരത്തിലുള്ള ഗ്രെയിൻസ് അവർ ഉപയോഗിച്ചിരുന്നു, അതുപോലെ പലതരത്തിലുള്ള ആനിമൽസിനെ അവർ ഉപയോഗിച്ചിരുന്നു, അതിൻ്റെയൊക്കെ ബോൺസും ഒക്കെ അവർക്ക് കാണാൻ പറ്റി. Towards a settled life, archaeologists have found traces of huts and houses at some sites. For instance, in Buzahom, present in Kashmir, people built pit houses. Pit houses എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴി കുഴിച്ചിട്ട് അതിനകത്ത് താമസിക്കുക, അതായത് മണ്ണിനടിയിൽ താമസിക്കുക. Which were dug into the ground with steps leading into them. These may help provide shelter to cold weather. Archaeologists also found cooking hearth both inside and outside the hut, which suggested that depending on the weather, people could cook food either indoors and outdoors. പിന്നെ ഈ എന്തിനാണ് ഇങ്ങനെ കുഴി ഒഴിച്ച് ഭൂമിക്കടിയിൽ അവർ താമസിച്ച കാര്യം, കോൾഡ് വെതറിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ. അതുപോലെ അവർ കുക്കിങ്, ഈ പിറ്റ് ഹൗസസിൻ്റെയൊക്കെ വെളിയിലും അവർ ആഹാരം പാകം ചെയ്യുമായിരുന്നു, അകത്തും ആഹാരം പാകം ചെയ്യുമായിരുന്നു. അത് ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് അവർ ചെയ്യുമായിരുന്നു. ആൻഡ് സ്റ്റോൺ ടൂൾസ് ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം മെനി സൈറ്റ്സ് ആസ് വെൽ. മെനി ഓഫ് ദീസ് ആർ ഡിഫറെൻറ്റ് ഫ്രം earlier Paleolithic tools, and that is why they are called Neolithic. These include tools that were polished to give a fine cutting edge, and mortars and pestles used in grinding grain and the plant produce. Mortars and pestles are used to grinding grain even today, several thousand years later. At the same time, tools and Paleolithic period continued to be made and used. And remember, some tools were also made of bone. ഇനിയും അതുപോലെ ഇവർ യൂസ് ചെയ്തിരുന്ന ടൂൾസ് അത് വളരെയധികം എന്താണെന്നറിയാമോ, പോളിഷ്ഡ് ചെയ്തിരുന്നു, നന്നായിട്ട് പോളിഷ് ചെയ്ത് ടൂൾസാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ഉരലും ഇതുപോലെ ഗ്രെയിൻസൊക്കെ പൊടിക്കാൻ വേണ്ടി, ഇതിപ്പം നമ്മൾ പുതുതായിട്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ സ്റ്റോണിലുള്ള ഉരലുമൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു. പിന്നെ അവർ ബോണ് കൊണ്ടുള്ള ആയുധങ്ങൾ, എല്ലുകൊണ്ട്, ഈ ആനിമൽസിൻ്റെ എല്ലില്ലേ അതുകൊണ്ടുള്ള ആയുധങ്ങളുമൊക്കെ ഉണ്ടാക്കിയിരുന്നു. മെനി കൈൻഡ്സ് ഓഫ് earthen pots ഓൾസോ ഫൗണ്ട്. അതുപോലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പോട്ട്സ് ധാരാളമായിട്ട് ഉണ്ടായിരുന്ന, ചിലതൊക്കെയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പോട്ട്സ് സാധാരണയായിട്ട് അവർ ഉപയോഗിക്കുന്ന റൈസും വീറ്റും ലെൻറ്റൈൽസ് എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങളും ഒക്കെ ഇട്ട് സൂക്ഷിക്കാനായിരുന്നു, ആഹാരത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ അവർ ക്ലോത്ത് വീവ് ചെയ്യാൻ തുടങ്ങി യൂസിങ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ആൻഡ് ഫോർ എക്സാമ്പിൾ കോട്ടൺ ദാറ്റ് കുഡ് നൗ ബി ഗ്രോൺ. അവർ പിന്നെ കുറേശ്ശെ എന്ത് ചെയ്ത് കോട്ടണൊക്കെ വളർത്താൻ, ഈ പഞ്ഞിയൊക്കെ വളർത്താൻ തുടങ്ങി. അവർ പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കാനും തുടങ്ങി. തിങ്സ് ചേഞ്ച്, കോട്ടൺ വസ്ത്രങ്ങൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. എല്ലായിടത്തും ഈ മാറ്റങ്ങൾ വന്നോ? ഇല്ല. ഇൻ മെനി ഏരിയാസ് മെൻ ആൻഡ് വുമൻ സ്റ്റിൽ കണ്ടിന്യൂ ടു ഹണ്ട് ആൻഡ് ഗാദർ ഫുഡ്. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ആൾക്കാർ വേട്ടയാടിയായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷെ ചിലർ ഫാമിങ്ങും ഹേർഡിങ്ങും തൊഴിലാക്കിയിരുന്നു. അപ്പോൾ ചിലരൊക്കെ ഒത്തിരി വ്യത്യാസം വന്നു, പക്ഷെ ചില ആൾക്കാർ പഴയ രീതിയിൽ തന്നെ
ജീവിക്കുന്നുണ്ടായിരുന്നുള്ളൂ. And in some cases, people try to combine these activities, doing different things during different seasons. പിന്നെ ചിലയിടത്താണ് ചില സീസണിൽ അവർ ഹണ്ടിങ് ചെയ്തിരുന്നു, ചില സീസണുകളിൽ അവർ ഫാമിങ് ചെയ്തിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരുന്നു ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു പോട്ട് തന്നിട്ടുണ്ട്, അതായത് അവർ ഫുഡൊക്കെ സ്റ്റോർ ചെയ്തിരുന്ന ഒരു പോട്ട്. ലിവിങ് ആൻഡ് ഡൈയിങ് ഇൻ മെഹർഗായ്. മെഹർഗായിൽ എങ്ങനെയാണ് ആൾക്കാർ ജീവിച്ചിരുന്നതും മരിച്ചിരുന്നതെന്നാണ്. അത് ഈ സ്ഥലം എവിടെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇതാണ് പ്ലേസ്. നൗ ഇറ്റ് ഈസ് നോട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലല്ല, പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് കാണുന്നത്. അവിടെയുള്ള ആൾക്കാർ ലൊക്കേറ്റഡ് ഇൻ ഫെർട്ടൈൽ പ്ലെയിൻ നിയർ ദ ബോളൻ പാസ്. ബോളൻ പാസിന് അടുത്താണ് നല്ല, നമുക്ക് മാപ്പിൽ തന്നെ കാണാൻ പറ്റും അല്ലേ, ഫെർട്ടൈൽ പ്ലെയിൻ ആണ്, ധാരാളം വെള്ളമൊക്കെ ഉള്ള സ്ഥലം. ഇത് ഇറാനിലേക്കുള്ളൊരു പ്രധാന റൂട്ടാണ് കേട്ടോ ബോളൻ പാസ് എന്ന് പറയുന്നത്. മെഹർഗ വാസ് പ്രോബബ്ലി വൺ ഓഫ് ദ പ്ലേസസ് വെയർ പീപ്പിൾ ലേൺ ഗ്രോ ബാർലി ആൻഡ് വീറ്റ് ആൻഡ് റിയർ ഷീപ്പ് ആൻഡ് ഗോഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദിസ് ഏരിയ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് വില്ലേജ് ദാറ്റ് വി നോ അബൌട്ട്. അറ്റ് ദിസ് സൈറ്റ് മെനി ആനിമൽ ബോൺസ് ആർ ഫൗണ്ട്. അതായത് ഈ സ്ഥലത്ത് ധാരാളം ആനിമൽസിൻ്റെ ബോൺസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബാർലിയും വീറ്റും ഒക്കെ ആദ്യം കൃഷി ചെയ്ത് ഇവിടെയാണെന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ എന്താണ് മെഹർഗായുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റ്സ് റിമെയിൻസ് ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് റെക്ടാങ്കുലർ ഹൗസസ്. ഈച്ച് ഹൗസ് ഹാഡ് 4 or more compartments. സം ഓഫ് ദം മേ ഹാവ് ബീൻ യൂസ്ഡ് ഫോർ സ്ട്രോങ്. നോക്കി, അവരുടെ അവിടെ ഇതുപോലെയുള്ള സ്ക്വയർ ഷേപ്പിലുള്ള വീടുകൾ അവർ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ അവരുടെ ബറിയൽ, മെഹർഗായിലെ ബറിയലാണ് ഈ കാണിച്ചത്. നോക്കി, അവിടെ മനുഷ്യനെ മാത്രമല്ല, അവിടെ ഗോട്ടിനെയും ഒക്കെ ഈ മനുഷ്യൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്തിരുന്നു, കുഴിച്ചിട്ടിരുന്നു. എന്തായിരിക്കും അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് നോക്കാം. വെൻ പീപ്പിൾ ഡൈ their relatives and friends generally pay respect to them. People look after them, perhaps in the belief that there is some form of life after death. Burial is one such an arrangement. അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്, അന്നത്തെ കാലത്തെ മനുഷ്യർ പറഞ്ഞിരുന്നത്, ആഫ്റ്റർ ഡെത്ത്, അതായത് മരണശേഷവും അവർക്കൊരു ജീവിതമുണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെവറൽ burial sites have been found at Meherga. In one instance, the dead person had buried with goats which were probably meant to serve as food in the next world. സോ ആൾക്കാർ എന്ത് ചെയ്തെന്നറിയാമോ, ഈ ഗോട്ടിനെയും ഷീപ്പിനെയും ഒക്കെ ഈ മരിക്കുന്ന ആളുടെ കൂടെ തന്നെ അടക്കം ചെയ്തു. എന്താ കാര്യം, അവരങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരണശേഷം ഇവർക്ക് ഫുഡ് കിട്ടണമെന്നൊരു കോൺസെപ്റ്റിലാണ് അത് ചെയ്തിരുന്നത്. ഇപ്പം നമ്മുടെ ഈ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ലെസൺ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.